എജുകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 1838 സ്ഥാപിതമായ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ. ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷനാണ് 1838 സ്ഥാപിതമായ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന. ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെമീന്ദാരി അസോസിയേഷൻ എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ സ്ഥാപകൻ ദ്വാരകനാഥ് ടാഗോറാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവ് ആരാണ്? സർദാർ പട്ടേൽ. സർദാർ പട്ടേലാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ആരാണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്? വില്യം ജോൺസ്. വില്യം ജോൺസ് ആണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. കാളിദാസിൻ്റെ അഭിജ്ഞാന ശാകുന്തളം ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് വില്യം ജോൺസ് ആണ്. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? നവാബ് അബ്ദുൽ ലത്തീഫ്. നവാബ് അബ്ദുൽ ലത്തീഫാണ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ. ബംഗാളിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിലും നവാബ് അബ്ദുൽ ലത്തീഫ് അറിയപ്പെടുന്നു. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സയ്യദ് അഹമ്മദ് ഖാൻ. സയ്യദ് അഹമ്മദ് ഖാനാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചത്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് പിന്നീട് 1920 അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന പേരിലേക്ക് മാറി. സയ്യദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയും ആണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യയുടെ വന്ധ്യവയോധികനെന്നും ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയുമായും അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. 1888 ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സയ്യദ് അഹമ്മദ് ഖാൻ. സയ്യദ് അഹമ്മദ് ഖാനാണ് 1888 ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിർക്കുന്നതിനും ബ്രിട്ടീഷുകാരോടുള്ള കൂറ് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപീകരിച്ചതാണ്. 1906 മുസ്ലിം ലീഗ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തവർ ആഗാഖാൻ, നവാബ് സലീമുള്ള. ആഗാഖാനും നവാബ് സലീമുല്ലയുമാണ് ധാക്കയിൽ വെച്ച് 1906 മുസ്ലിം ലീഗ് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തവർ. 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് ആരാണ്? NM ജോഷി. NM ജോഷി ആയിരുന്നു 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത്. NM ജോഷി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUCയുടെ സ്ഥാപകരിൽ ഒരാളാണ്. 1918 ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു 1918 ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ 1918 മോണ്ടഗു ചെംസ്ഫോർഡ് റിപ്പോർട്ടിന് ശേഷം കോൺഗ്രസ് വിട്ട മിതവാദികൾ രൂപീകരിച്ച സംഘടനയാണ്. ഇന്ത്യൻ എഡ്മണ്ട് ബർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തി സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത്. ദളിത് സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനായിട്ടാണ് ഡോക്ടർ BR അംബേദ്കർ ഈ സംഘടന സ്ഥാപിച്ചത്. 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചത് ആരായിരുന്നു? ഹെഡ്ഗേവാർ. ഹെഡ്ഗേവാർ ആയിരുന്നു 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് RSSൻ്റെ ആസ്ഥാനം. 1870 പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് ആരാണ്? MG റാനഡെ. MG റാനഡെ ആയിരുന്നു 1870 പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത്.
മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നും ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവുമായും അറിയപ്പെടുന്നത് MG റാനഡെയാണ്. 1875 ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത് ആരാണ്? ശിശിർ കുമാർ ഘോഷ്. ശിശിർ കുമാർ ഘോഷായിരുന്നു 1875 ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത്. അമൃത് ബസാർ പത്രിക എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ കൂടിയാണ് ശിശിർ കുമാർ ഘോഷ്. സെർവൻസ് ഓഫ് ഗോഡ് അഥവാ ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടനയുടെ സ്ഥാപകൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് സെർവൻസ് ഓഫ് ഗോഡ് ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടനയുടെ സ്ഥാപകൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുകയും ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശിയുമാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന റെഡ് ഷർട്ട്സ് ചുമന്ന കുപ്പായക്കാർ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ആനന്ദമോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും ചേർന്ന് 1876 ആരംഭിച്ച പ്രസ്ഥാനം ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷനാണ് ആനന്ദമോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും ചേർന്ന് 1876 ആരംഭിച്ച പ്രസ്ഥാനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. 1884 GG അഗാർക്കർ, മഹാദേവ് ഗോവിന്ദ് റാനഡെ, VG ചിപ്ലുങ്കാർ എന്നിവർ ചേർന്ന് ആരംഭിച്ച സംഘടന ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് 1884 GG അഗാർക്കർ, മഹാദേവ് ഗോവിന്ദ് റാനഡെ, VG ചിപ്ലുങ്കാർ എന്നിവർ ചേർന്ന് ആരംഭിച്ച സംഘടന. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിൽ പുതിയ ഇംഗ്ലീഷ് സ്കൂളുകളും പിന്നീട് ഫെർഗൂസൺ കോളേജും സ്ഥാപിക്കുകയുണ്ടായി. 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ്? KM മുൻഷി. KM മുൻഷിയായിരുന്നു 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്. സർദാർ പട്ടേലിൻ്റെ പിന്തുണയോടെയായിരുന്നു KM മുൻഷി ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്. കുലപതി എന്ന പേരിലും KM മുൻഷി അറിയപ്പെടുന്നു. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? വിവേകാനന്ദൻ. വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. പശ്ചിമ ബംഗാളിലെ ബേലൂർ മഠത്തിലാണ് രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം. സ്വാമി വിവേകാനന്ദൻ 1893 ഷിക്കാഗോ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജനദിനമായി ആഘോഷിക്കുന്നു. ആരാണ് ആര്യസമാജം സ്ഥാപിച്ചത്? ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആപ്തവാക്യം നൽകിയത് ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയാണ്. ആധുനിക ഇന്ത്യയിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത് ചാപേക്കർ സഹോദരങ്ങൾ. ചാപേക്കർ സഹോദരങ്ങളായിരുന്നു ആധുനിക ഇന്ത്യയിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയത്. ദാമോദർ ചാപേക്കറും ബാലകൃഷ്ണ ചാപേക്കറും ചേർന്ന് പൂനെയിലെ പ്ലേഗ് കമ്മീഷണർ WC റാൻഡിനെ വധിക്കുകയാണ് ഉണ്ടായത്. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹി വിനോബ ഭാവെ. വിനോബ ഭാവെയായിരുന്നു 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹി. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും ആദ്യ മക്സസെ അവാർഡ് ജേതാവുമാണ് വിനോബ ഭാവെ. മുസാഫർപൂരിലെ ജഡ്ജിയായിരുന്ന കിങ്സ്ഫോർഡിനെ വകവരുത്തുന്നതിന് ആസൂത്രണം ചെയ്ത ഉദ്യമത്തിൽ ഖുദിറാം ബോസിൻ്റെ സഹ പോരാളിയായിരുന്നത് പ്രഫുല്ല ചാക്കി. പ്രഫുല്ല ചാക്കിയായിരുന്നു മുസാഫർപൂരിലെ ജഡ്ജിയായിരുന്ന കിങ്സ്ഫോർഡിനെ വകവരുത്തുന്നതിന് ആസൂത്രണം ചെയ്ത ഉദ്യമത്തിൽ ഖുദിറാം ബോസിൻ്റെ സഹ പോരാളി ആയിരുന്നത്. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാളായിരുന്നു ഖുദിറാം ബോസ്. പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞത് ആരായിരുന്നു? ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആയിരുന്നു പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത്. ഭഗത് സിംഗും ബടുകേശ്വർ ദത്തും ചേർന്നായിരുന്നു സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബിംഗ് നടത്തിയത്. നൗജവാൻ ഭാരത് സഭ സ്ഥാപിച്ച വ്യക്തിയാണ് ഭഗത് സിംഗ്. 1931 മാർച്ച് 23 അദ്ദേഹം തൂക്കിലേറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് രാം പ്രസാദ് ബിസ്മിൽ തൂക്കിലേറ്റപ്പെട്ടത്? കാക്കോറി ഗൂഢാലോചന കേസ്. കാക്കോറി ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്
രാം പ്രസാദ് ബിസ്മിൽ തൂക്കിലേറ്റപ്പെട്ടത്. കാക്കോറി ഗൂഢാലോചന എന്നത് 1925 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA അംഗങ്ങൾ നടത്തിയ ഒരു ട്രെയിൻ കൊള്ളയായിരുന്നു. സർഫറോഷി കി തമന്ന എന്ന വിപ്ലവഗാനം പ്രശസ്തമാക്കിയ വ്യക്തിയുമാണ് രാം പ്രസാദ് ബിസ്മിൽ. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി സാൻഡേഴ്സിനെ വധിച്ചത് ആരായിരുന്നു? ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആയിരുന്നു ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി സാൻഡേഴ്സിനെ വധിച്ചത്. ബ്രിട്ടീഷ് അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായിരുന്ന ജോൺ സാൻഡേഴ്സിനെ 1928 ഡിസംബർ 17 ഭഗത് സിംഗും ശിവറാം രാജ്ഗുരുവും ചേർന്നാണ് കൊലപ്പെടുത്തിയത്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടത്. വിദേശ മണ്ണിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ വ്യക്തിയുമാണ് മാഡം ഭിക്കാജി കാമ. ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 31 നേതാക്കൾ അറസ്റ്റിലായത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? മീററ്റ് ഗൂഢാലോചന കേസ്. ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 31 നേതാക്കൾ അറസ്റ്റിലായത് മീററ്റ് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്. മീററ്റ് ഗൂഢാലോചന കേസിൽ പ്രതികൾക്ക് വേണ്ടി വാദിച്ച പ്രമുഖ അഭിഭാഷകരിൽ ഒരാളായിരുന്നു ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ആയിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ ലണ്ടനിൽ വെച്ച് മൈക്കൽ ഒ ഡയറിനെ 1940 ഉദ്ധം സിംഗ് വധിക്കുകയാണ് ഉണ്ടായത്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അരബിന്ദോ ഘോഷ് വിചാരണ നേരിട്ടത്? അലിപ്പൂർ ഗൂഢാലോചന കേസ്. അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് അരബിന്ദോ ഘോഷ് വിചാരണ നേരിട്ടത്. ഈ കേസിൽ ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു അരബിന്ദോ ഘോഷിന് വേണ്ടി വാദിച്ചത്. ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ സൂര്യാസെൻ. സൂര്യാസെൻ ആയിരുന്നു ചിറ്റഗോങ് ആയുധപുര ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ. 1930 ചിറ്റഗോങ് ആയുധപുര ആക്രമണം മാസ്റ്റർ ദ എന്നറിയപ്പെടുന്ന സൂര്യാസെന്നിൻ്റെയും ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെയും നേതൃത്വത്തിൽ ആയിരുന്നു നടന്നത്. അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചത് ചന്ദ്രശേഖർ ആസാദ്. ചന്ദ്രശേഖർ ആസാദ് ആയിരുന്നു അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ സൈനിക വിഭാഗം തലവനും കൂടിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ഷഹീദ് ഇ അസം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഷഹീദ് ഇ അസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് രക്തസാക്ഷികളുടെ രാജാവ് എന്നാണ്. ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സണിനെ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ വധിക്കാൻ ശ്രമിച്ചത് ബീനാദാസ്. ബീനാദാസ് ആയിരുന്നു ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സനെ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ വധിക്കാൻ ശ്രമിച്ചത്. പിൽക്കാലത്ത് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു ബീനാദാസ്. സൂര്യാസെന്നിനെ തൂക്കിലേറ്റിയത് ഏത് വർഷമായിരുന്നു? 1934. 1934 സൂര്യാസെന്നിനെ തൂക്കിലേറ്റിയത്. ചിറ്റഗോങ് റെയ്ഡിന് നേതൃത്വം നൽകിയതിനാലാണ് സൂര്യാസെൻ 1934 തൂക്കിലേറ്റപ്പെട്ടത്. സൂര്യാസെന്നിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി ആരായിരുന്നു? താരകേശ്വർ ദസ്തിദാർ. താരകേശ്വർ ദസ്തിദാർ ആയിരുന്നു സൂര്യാസെന്നിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി. ആരാണ് സൂര്യാസെന്നിനൊപ്പം വിചാരണ നേരിട്ട വനിത? കൽപ്പന ദത്ത. കൽപ്പന ദത്തയായിരുന്നു സൂര്യാസെന്നിനൊപ്പം വിചാരണ നേരിട്ട വനിത. ചിറ്റഗോങ് വിപ്ലവ ഗ്രൂപ്പിലെ സജീവ വനിതാ അംഗമായിരുന്നു കൽപ്പന ദത്ത. ചിറ്റഗോങ് ആർമറി റൈഡേഴ്സ് റെമിനിസൻസ് എന്ന പുസ്തകവും കൽപ്പന ദത്ത രചിച്ചിട്ടുണ്ട്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉയർത്തിയ നേതാവ് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആയിരുന്നു ഇൻക്വിലാബ് സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉയർത്തിയ നേതാവ്. ഭഗത് സിംഗ് ജനകീയമാക്കിയ ഈ മുദ്രാവാക്യം ആദ്യം രൂപപ്പെടുത്തിയത് ഹസ്രത്ത് മൊഹാനിയായിരുന്നു. കാക്കോറി ഗൂഢാലോചന കേസിന് നിദാനമായ സംഭവം നടന്ന വർഷം 1925. കാക്കോറി ഗൂഢാലോചന കേസിന് നിദാനമായ സംഭവം നടന്നത് 1925
എവിടെയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1924 രൂപവത്കൃതമായത്? കാൺപൂർ. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ആയിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1924 രൂപവത്കൃതമായത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് 1928 പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയും കൂടിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഏത് വർഷമാണ് കൊൽക്കത്തയിൽ ബേത്തൂൺ സ്കൂൾ സ്ഥാപിതമായത്? 1849. 1849 കൊൽക്കത്തയിൽ ബേത്തൂൺ സ്കൂൾ സ്ഥാപിതമായത്. ഇന്ത്യയിലെ പെൺകുട്ടികൾക്കായുള്ള ആദ്യത്തെ സ്കൂളുകളിൽ ഒന്നായിരുന്നു JED ബേത്യൂൺ സ്ഥാപിച്ച ബേത്യൂൺ സ്കൂൾ. 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ട ഗദർ പാർട്ടി നേതാവ് കർത്താർ സിംഗ് സരാഭ. കർത്താർ സിംഗ് സരാഭയായിരുന്നു 1915 നവംബർ 16 തൂക്കിലേറ്റപ്പെട്ട ഗദർ പാർട്ടി നേതാവ്. ഗദർ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവും ഭഗത് സിംഗിൻ്റെ ആരാധനാ കഥാപാത്രവുമായിരുന്നു കർത്താർ സിംഗ് സരാഭ. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്ധം സിംഗ്. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഉദ്ധം സിംഗുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സമുദായ ഐക്യത്തെ പ്രതിനിധീകരിക്കാൻ ജയിലിൽ ഉദ്ധം സിംഗ് ഉപയോഗിച്ചിരുന്ന പേരായിരുന്നു റാം മുഹമ്മദ് സിംഗ് ആസാദ്. 18 വയസ്സും 8 മാസവും 8 ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വിപ്ലവകാരി ഖുദിറാം ബോസ്. ഖുദിറാം ബോസാണ് 18 വയസ്സും 8 മാസവും 8 ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വിപ്ലവകാരി. ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പക്തൂൺ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പക്തൂൺ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പഷ്തു ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഒരു മാസികയായിരുന്നു പക്തൂൺ. ഹിന്ദു പത്രം സ്ഥാപിച്ചത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു ഹിന്ദു പത്രം സ്ഥാപിച്ചത്. ആദ്യമൊരു വാരികയായിട്ടായിരുന്നു ഹിന്ദു പത്രം തുടങ്ങിയത്. അതിൻ്റെ ആദ്യ എഡിറ്റർ ജി സുബ്രഹ്മണ്യ അയ്യറായിരുന്നു. മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായിരുന്നത് മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയാണ് മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായിരുന്നത്. മദൻ മോഹൻ മാളവ്യ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ കൂടിയാണ്. അഭ്യുദയ എന്ന പത്രവും അദ്ദേഹം നടത്തിയിരുന്നു. മൂക് നായക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡോക്ടർ അംബേദ്കർ. ഡോക്ടർ അംബേദ്കറാണ് മൂക് നായക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾക്കായി വാദിച്ച ഒരു മറാത്തി പ്രസിദ്ധീകരണമായിരുന്നു മൂക് നായക്. ഹംദർദ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മുഹമ്മദ് അലി. മുഹമ്മദ് അലിയാണ് ഹംദർദ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്ന മൗലാന മുഹമ്മദ് അലി സ്ഥാപിച്ച ഉറുദു പത്രമായിരുന്നു ഹംദർദ്. ലാല ലജ്പത് റായ് സ്ഥാപിച്ച ഉറുദു ദിനപത്രം വന്ദേ മാതരം. വന്ദേ മാതരമാണ് ലാല ലജ്പത് റായ് സ്ഥാപിച്ച ഉറുദു ദിനപത്രം. ലാഹോറിൽ നിന്നുമായിരുന്നു അദ്ദേഹം ഈ പത്രം ആരംഭിച്ചത്. ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത് ആരാണ്? ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്തയായിരുന്നു ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത്. ബോംബെ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിറോസ് ഷാ മേത്തയായിരുന്നു 1913 ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചത്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയായിരുന്നു ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത്. ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രമായിരുന്നു ബംഗാൾ ഗസറ്റ്. കൊൽക്കത്ത ജനറൽ അഡ്വർടൈസർ എന്നും ബംഗാൾ ഗസറ്റിന് പേരുണ്ട്. ആനി ബസന്റുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ഏതാണ്? ന്യൂ ഇന്ത്യ. ന്യൂ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണമാണ് ആനി ബസന്റുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം. ഹോം റൂൾ പ്രസ്ഥാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആനി ബസന്റ് ഈ ദിനപത്രം വാങ്ങി പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത്. ന്യൂ ഇന്ത്യയെ കൂടാതെ ആനി ബസന്റ് കോമൺവീൽ എന്ന പത്രവും നടത്തിയിരുന്നു. കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച നേതാവ് അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷാണ് കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച നേതാവ്. അരബിന്ദോ ഘോഷ് സ്ഥാപിച്ച ഒരു ഇംഗ്ലീഷ് വാരികയായിരുന്നു കർമ്മയോഗി.
ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത്. പട്ടാഭി സീതാരാമയ്യ ആരംഭിച്ച ഒരു തെലുഗു ജേണലായിരുന്നു ജന്മഭൂമി. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരനായിട്ടും പട്ടാഭി സീതാരാമയ്യ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന രചനയാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ദുപ്രകാശിൻ്റെ പത്രാധിപരായിരുന്നത് അരവിന്ദോ ഘോഷ്. അരവിന്ദോ ഘോഷ് ആയിരുന്നു ഇന്ദുപ്രകാശിൻ്റെ പത്രാധിപർ ആയിരുന്നത്. ദ ബംഗാളി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു ദ ബംഗാളി എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത്. സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിരുന്നത് എസ്.എ. ഡാംഗെ. എസ്.എ. ഡാംഗെ ആയിരുന്നു സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് എസ്.എ. ഡാംഗെ. ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രകുമാർ ദത്തും ചേർന്ന് 1906 ആരംഭിച്ച പ്രസിദ്ധീകരണം യുഗാന്തര. ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രകുമാർ ദത്തും ചേർന്ന് 1906 ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമായിരുന്നു യുഗാന്തര. അനുശീലൻ സമിതിയുടെ മുഖപത്രമായിരുന്നു യുഗാന്തര. വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത് ആരാണ്? എം.എൻ. റോയ്. എം.എൻ. റോയ് ആയിരുന്നു വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന പേരിലും എം.എൻ. റോയ് അറിയപ്പെടുന്നു. കോമ്രേഡ് എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അലി. മുഹമ്മദ് അലി ആയിരുന്നു കോമ്രേഡ് എന്ന പത്രം ആരംഭിച്ചത്. മൗലാന മുഹമ്മദ് അലി സ്ഥാപിച്ചതും എഡിറ്റ് ചെയ്തതുമായൊരു ഇംഗ്ലീഷ് വാരികയായിരുന്നു കോമ്രേഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി 1890 ആരംഭിച്ച പ്രസിദ്ധീകരണം ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്രിട്ടീഷ് കമ്മിറ്റി 1890 ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഇന്ത്യ. ഹിന്ദു പാട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത് ഗിരീഷ് ചന്ദ്ര ഘോഷ്. ഗിരീഷ് ചന്ദ്ര ഘോഷ് ആയിരുന്നു ഹിന്ദു പാട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത്. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഹിന്ദു പാട്രിയറ്റ്. മധുസൂദനൻ റേ എന്ന ബാങ്കറുടെ രക്ഷാകർതൃത്വത്തിൽ 1853 ഹിന്ദു പാട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് ആരായിരുന്നു? ഗിരീഷ് ചന്ദ്ര ഘോഷ്. മധുസൂദനൻ റേ എന്ന ബാങ്കറുടെ രക്ഷാകർതൃത്വത്തിൽ 1853 ഹിന്ദു പാട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. ഇൻഡിഗോ കലാപത്തെക്കുറിച്ചുള്ള വാർത്തകളിലൂടെ ഹരീഷ് ചന്ദ്ര മുഖർജിയുടെ കീഴിലാണ് ഹിന്ദു പാട്രിയറ്റ് പ്രശസ്തി നേടിയത്. ഞാൻ എന്തുകൊണ്ട് ഒരു നിരീശ്വരവാദി, വൈ ആം എൻ എത്തീസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് ഞാൻ എന്തുകൊണ്ട് ഒരു നിരീശ്വരവാദി, വൈ ആം എൻ എത്തീസ്റ്റ് എന്ന പുസ്തകം രചിച്ചത്. ലാഹോർ സെൻട്രൽ ജയിലിൽ വെച്ചായിരുന്നു ഭഗത് സിംഗ് പുസ്തകം രചിച്ചത്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഗാന്ധിജി. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് ഗാന്ധിജിയാണ്. രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവ് സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറലായിരുന്നു സി രാജഗോപാലാചാരി. 1954 ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത്. ഈ സമരകാലത്തായിരുന്നു ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം നൽകിയത്. ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിപ്പിച്ചത്? ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയായിരുന്നു സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിപ്പിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് 1939 ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിക്കുകയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ കമാൻഡർ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ഡോക്ടർ അംബേദ്കർ. ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ് ആധുനിക മനു എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ്. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു.
ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. 1913 ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതും രവീന്ദ്രനാഥ് ടാഗോറാണ്. 1928 സർവകക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? M.A. അൻസാരി. M.A. അൻസാരി ആയിരുന്നു 1928 സർവകക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മദ്രാസ് സെഷന്റെ പ്രസിഡന്റായിരുന്നു ഡോക്ടർ M.A. അൻസാരി. 14 ഫോർമുല മുന്നോട്ട് വെച്ച നേതാവ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയാണ് 14 ഫോർമുല മുന്നോട്ട് വെച്ച നേതാവ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്ന തന്നെയായിരുന്നു ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഖ്വായിദ് ഇ അസം എന്ന പേരിലും മുഹമ്മദ് അലി ജിന്ന അറിയപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ കൂടിയാണ് മുഹമ്മദ് അലി ജിന്ന. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. 1829 വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ സഹായത്തോടെ അദ്ദേഹം സതി സമ്പ്രദായം നിർത്തലാക്കാൻ പ്രധാന പങ്കുവഹിച്ചു. 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമരദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവ് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയാണ് 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമരദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവ്. പ്രത്യക്ഷ സമരദിനം അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ ഡേ കുപ്രസിദ്ധമായ വലിയ കൽക്കട്ട കൊലപാതകങ്ങൾക്ക് കാരണമായി. മുസ്ലിം ലീഗിൻ്റെ ആവശ്യം ഡിവൈഡ് ആൻഡ് ക്വിറ്റ്, വിഭജിച്ച് പുറത്തു കടക്കുക എന്നതായിരുന്നു. എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത്. സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ ബർക്ക് എന്നും രാഷ്ട്രഗുരു എന്നും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയും കൂടിയാണ്. TM നായരും ത്യാഗരാജ് ചെട്ടിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടി ജസ്റ്റിസ് പാർട്ടി. TM നായരും ത്യാഗരാജ് ചെട്ടിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടിയായിരുന്നു ജസ്റ്റിസ് പാർട്ടി. പിൽക്കാലത്ത് ദ്രാവിഡ കഴകം ആയി മാറിയ പാർട്ടിയുടെ മുൻഗാമിയാണ് ജസ്റ്റിസ് പാർട്ടി. 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി സഹജാനന്ദ്. സ്വാമി സഹജാനന്ദാണ് 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചത്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ലക്നൌവിൽ വെച്ചായിരുന്നു. അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് മിർസ ഗുലാം അഹമ്മദ്. മിർസ ഗുലാം അഹമ്മദ് ആയിരുന്നു അഹമ്മദീയ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. പഞ്ചാബിലെ ഖാദിയാനിൽ സ്ഥാപിതമായ അഹമ്മദീയ പ്രസ്ഥാനം സാർവത്രിക സാഹോദര്യത്തിനാണ് ഊന്നൽ നൽകിയിരുന്നത്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ 1833 അന്തരിച്ച ഭാരതീയ നേതാവ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ 1833 അന്തരിച്ച ഭാരതീയ നേതാവ്. രാജാറാം മോഹൻ റോയ്ക്ക് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ രണ്ടാമനാണ് രാജ എന്ന പദവി നൽകിയത്. ഷാ വലിയുള്ളയുടെ പരിഷ്കരണവാദ രചനകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സയ്യിദ് അഹമ്മദ് ബറേൽവി. സയ്യിദ് അഹമ്മദ് ബറേൽവി ആയിരുന്നു ഷാ വലിയുള്ളയുടെ പരിഷ്കരണവാദ രചനകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ വഹാബി പ്രസ്ഥാനം സ്ഥാപിച്ചത്. കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവറ്റ്സ്കിയും ചേർന്ന് 1875 അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപവൽക്കരിച്ച സംഘടന തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി എന്ന സംഘടനയാണ് കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവറ്റ്സ്കിയും ചേർന്ന് 1875 അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപവൽക്കരിച്ച സംഘടന. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം 1882 ചെന്നൈയിലെ അടയാറിലേക്ക് മാറ്റി 1907 ആനി ബസന്റ് അതിൻ്റെ പ്രസിഡന്റാവുകയും ചെയ്തിട്ടുണ്ട്. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആരായിരുന്നു? കേശവ് ചന്ദ്രസൻ. കേശവ് ചന്ദ്രസൻ ആയിരുന്നു 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത്.
1872 തദ്ദേശീയ വിവാഹ നിയമം പാസാക്കുന്നതിൽ കേശബ് ചന്ദ്ര സെൻ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഇത് സിവിൽ വിവാഹ നിയമം അല്ലെങ്കിൽ ബ്രഹ്മവിവാഹ നിയമം എന്നും അറിയപ്പെടുന്നു. 1839 തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരായിരുന്നു? ദേവേന്ദ്രനാഥ് ടാഗോർ. ദേവേന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു 1839 തത്വബോധിനി സഭ സ്ഥാപിച്ചത്. ദേവേന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പിതാവാണ്. മഹർഷി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ബംഗാളിൽ വിധവ പുനർവിവാഹത്തിനു വേണ്ടി പരിശ്രമിച്ചത് ആരായിരുന്നു? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു ബംഗാളിൽ വിധവ പുനർവിവാഹത്തിനു വേണ്ടി പരിശ്രമിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ശ്രമഫലമായാണ് 1856 വിധവ പുനർവിവാഹ നിയമം പാസ്സായത്. ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദി ബ്രഹ്മസമാജത്തെ നയിച്ചത് ആരായിരുന്നു? ദേവേന്ദ്രനാഥ് ടാഗോർ. ദേവേന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദി ബ്രഹ്മസമാജത്തെ നയിച്ചത്. ധർമ്മസഭ സ്ഥാപിച്ചത് ആരായിരുന്നു? രാധാകാന്ത് ദേവ്. രാധാകാന്ത് ദേവ് ആയിരുന്നു ധർമ്മസഭ സ്ഥാപിച്ചത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് ഗദാധർ ചാറ്റർജി. ഗദാധർ ചാറ്റർജി എന്നതായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്. റാണി ഗൈഡിൻലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു റാണി ഗൈഡിൻലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. റാണി ഗൈഡിൻലിയു മണിപ്പൂരിലെ ജവാൻ ഓഫ് ആർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. ഹിന്ദ് സ്വരാജ് രചിച്ചത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ രചനയാണ് ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് ഗാന്ധിജി ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള യാത്രയ്ക്കിടെ ഒരു കപ്പലിൽ വെച്ച് ഗുജറാത്തി ഭാഷയിലാണ് ആദ്യം എഴുതിയത്. ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസർ ആയിരുന്നു ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്ന് അറിയപ്പെട്ടത്. ഗാന്ധിയും കോൺഗ്രസും അസ്പൃശ്യരോട് ചെയ്തത് എന്താണ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ബി.ആർ. അംബേദ്കർ. ബി.ആർ. അംബേദ്കറാണ് ഗാന്ധിയും കോൺഗ്രസും അസ്പൃശ്യരോട് ചെയ്തത് എന്താണെന്ന പുസ്തകം രചിച്ചത്. ഡോക്ടർ അംബേദ്കർ എഴുതിയ വാട്ട് കോൺഗ്രസ് ആൻഡ് എം.കെ. ഗാന്ധി ഹാവ് ഡൺ ടു ദ അൺടച്ചബിൾസ്. അംബേദ്കർ എഴുതിയ കോൺഗ്രസും എം.കെ. ഗാന്ധിയും തൊട്ടുകൂടാത്തവരോട് ചെയ്തത് എന്ന പുസ്തകം 1945 പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിറോസ് ഷാ മേത്ത, കെ.ടി. തെലാങ്, ബദറുദ്ദീൻ തിയാബ്ജി എന്നിവർ ചേർന്ന് 1885 സ്ഥാപിച്ച സംഘടന ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷനാണ് ഫിറോസ് ഷാ മേത്ത, കെ.ടി. തെലാങ്, ബദറുദ്ദീൻ തിയാബ്ജി എന്നിവർ ചേർന്ന് 1885 സ്ഥാപിച്ച സംഘടന. ലോകഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖ്. ഗോപാൽ ഹരി ദേശ്മുഖാണ് ലോകഹിതവാദി എന്നറിയപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ഗോപാൽ ഹരി ദേശ്മുഖ്. പ്രഭാകർ എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയാണ് യാചകരുടെ രാജകുമാരൻ എന്ന് അറിയപ്പെട്ടത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. അദ്ദേഹത്തിന് മഹാമാന എന്ന പദവിയും ലഭിച്ചിട്ടുണ്ട്. ആരോടൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്? സി.ആർ. ദാസ്. സി.ആർ. ദാസിനോടൊപ്പം ചേർന്നായിരുന്നു മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ തുടർന്നാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയായിരുന്നു തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ തിരുച്ചിനാപ്പള്ളിയിൽ നിന്ന് വേദാരണ്യത്തിലേക്കാണ് മാർച്ച് നടത്തിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.